അപ്പോൾ വയനാടൻ ടച്ച് ഗാർഡൻ അവിടെ നിന്ന് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാനൊരു പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അവക്കാഡോ. എൻ്റെ 2 മക്കൾക്കും ഫേവറേറ്റ് ഫ്രൂട്ടാണ് അവക്കാഡോ. പക്ഷെ അതിൻ്റെ റേറ്റ് സഹിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു 2-3 ഇയേഴ്സിൽ കായ്ക്കുന്ന ബഡ് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. എന്തായാലും ഞാൻ പുറത്തെടുത്തിട്ടുണ്ടത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ്. അവരുടെ പാക്കിംഗ് എല്ലാം അടിപൊളി. അപ്പോൾ ഇതെന്തായാലും ഇന്ന് നടാൻ പറ്റത്തില്ല, നമുക്ക് നാളെ ഇത് നടാം. അവർ ഇതിൻ്റെ കൂടെ ഒരു പേപ്പർ തന്നിട്ടുണ്ട്, എങ്ങനെയാണിത് നടേണ്ടത്, കുഴി എങ്ങനെ എടുക്കണം, അതിനകത്ത് എന്തൊക്കെ ഇടണം, എല്ലാം വിശദമായിട്ട് എഴുതിയൊരു പേപ്പർ കൂടി തന്നിട്ടുണ്ട്. അപ്പം നമുക്കതനുസരിച്ച് നാളെ നടാം. ഒരു 2 വീക്സ് വരെ ഇത് പുറത്ത് നടാതെ വെച്ചിരുന്നാലും കുഴപ്പമില്ല എന്നാണ് അവരതിൽ എഴുതിയിരിക്കുന്നത്. എനിക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷേ ഇങ്ങനെ കുറേ നാളായിട്ട് അതിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, ഒരു അനക്കവും ഇല്ല. ഞാനിങ്ങനെ പൈപ്പൊക്കെ വെച്ചു കൊടുത്തു, പക്ഷേ എന്താണെന്നറിയത്തില്ല, ഈ ഒരു ഇതിൽ നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് നന്നായിട്ടൊന്നും വരുന്നില്ല. പക്ഷേ വാടിയൊന്നും പോകുന്നില്ല, നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു എനിക്ക് തോന്നുന്നു 2 വർഷമായി വെച്ചിട്ട്, ഇതുവരെ കായ്കളൊന്നും വന്നില്ല. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണേ. മിറാക്കിൾ ഫ്രൂട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു റെഡ് കളർ കുഞ്ഞ് സീഡാണുള്ളത്. പക്ഷെ ഇപ്പോൾ ഒന്നും നിപ്പില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. പാവയ്ക്ക കഴിച്ചാലും മുളക് കഴിച്ചാലും നമുക്ക് എരിയോ കയ്പോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പം കായ്കളൊന്നുമില്ല. ഉണ്ടായിരുന്നു, ഇതിൽ നിറച്ച് പിടിക്കുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇല്ല. ഞാനത് വേറെ ദിവസം വീഡിയോ എടുക്കാം. ഒരു കുഞ്ഞ് പാവയ്ക്ക ഇതിൽ പടത്തി വിട്ടിരിക്കുകയാണ്. ഇത് തക്കാളി നിറച്ച് പിടിക്കുന്നതുണ്ട്. ഇപ്പോൾ ഒരു 3-4 കായേ ഉള്ളൂ, ഒരെണ്ണം പഴുത്ത് ഇപ്പുണ്ട്. പിന്നെ ഉള്ളത് ഇത് റംബൂട്ടാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആക്ച്വലി കറക്റ്റ് അറിയത്തില്ല. റംബൂട്ടാനാണെന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കൂ ഗൈസ്, ഇതാണ് അതിൻ്റെ ലീഫ് വരുന്നത്. റംബൂട്ടാൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്, ഡ്രമ്മിൽ ഉൾപ്പെടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അച്ഛനാണ് വാങ്ങിച്ചത്. അത് ഞാൻ പിന്നീട് ക്ലാരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ചെടികൾ. പിന്നെ ചീരയുണ്ട്, ചെറിയ ചെറിയ കൃഷികൾ. ചീരയുണ്ട്, പിന്നെ മുളക്, പാവയ്ക്ക, അങ്ങനെയുള്ള. ഇത്രയുമാണ് എൻ്റെ കൃഷിസ്ഥലം. എൻ്റെ കൃഷിസ്ഥലം എന്ന് പറയണമെങ്കിലും അമ്മയാണ് എല്ലാം നോക്കി നടത്തുന്നത്. അപ്പോൾ നമ്മുടെ അവക്കാഡോ നട്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.